വിതുരർ താൻ ബ്രഹ്മവിദ്യ പഠിക്കേണ്ടത് മൈത്രേയ മഹർഷിയുടെ പക്കൽ നിന്നാണ് എന്നതാണ് ഭഗവാന്റെ നിയോഗമെന്ന് ഉദ്ധവരിൽ നിന്നും മനസ്സിലാക്കി. അങ്ങനെ വിതുരർ മൈത്രേയ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മഹർഷിയെ വന്ദിച്ചതിനു ശേഷം താൻ ഉദ്ധവരെ കണ്ട കാര്യം വിതുരർ മഹർഷിയോട് പറഞ്ഞു. ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ച ബ്രഹ്മവിദ്യ പഠിക്കാനാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അത് ഞാൻ അങ്ങയിൽ നിന്ന് പഠിക്കണമെന്നാണ് കൃഷ്ണന്റെ സങ്കല്പം. അതുകൊണ്ട് അങ്ങ് ദയവായി അതെനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അങ്ങയെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അങ്ങയുടെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. അപ്പോൾ വിതുരർ പറഞ്ഞു, അല്ലയോ മഹർഷി, ഈ ലോകത്തിൽ ഇത്രയും കാലം പലതരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചു പോന്നിട്ടുണ്ട്. സാത്വികരായവരെ ഞാൻ അറിയും, ദുഷ്ടന്മാരായവരുടെ ഇടയിലും ഞാൻ ജീവിച്ചു പോന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇവർ വ്യത്യസ്തരാണ്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ഇവർക്ക് സാമ്യതയുണ്ട്. അതെന്താണെന്നാൽ ഇവരെല്ലാം പ്രവൃത്തി ചെയ്യുന്നത് ഒരേ ഒരു ആഗ്രഹത്താലാണ്, അതായത് സുഖം ലഭിക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അവർക്ക് സുഖം ലഭിക്കണം. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, അവരുടെ പ്രവൃത്തികൾ അവർക്ക് പൂർണ്ണമായും സുഖം നൽകുന്നില്ല, അതായത് ദുഃഖം ഇല്ലാതാക്കുന്നില്ല. ആത്യന്തികമായി അവരുടെ പ്രവൃത്തികളുടെ ഫലമായി അവർ സമ്പാദിക്കുന്നത് ദുഃഖം തന്നെയാണ്. ഞാൻ സ്വയം ഇതേക്കുറിച്ച് ആലോചിച്ചു. ഇത് ഒഴിവാക്കാൻ എന്താണൊരു പോംവഴി? ഒരുവന്റെ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ദുഃഖത്തിന്റെ നിവാരണത്തിന് എന്താണ് ഒരു മാർഗം? വളരെ കാലം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആലോചന എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നെ സ്വയം കണ്ടെത്തി. ഭഗവത് കഥാശ്രവണം കൊണ്ടും ഭഗവാനെക്കുറിച്ച് മാത്രമുള്ള മനനം കൊണ്ടും മനുഷ്യന് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ കണ്ടെത്തിയ മാർഗം. അല്ലയോ മഹർഷേ, നാരായണ ഭക്തരായ അങ്ങയെപ്പോലുള്ളവർക്ക് ഈ ലോകത്തിൽ ഒരേ ഒരു ഉദ്ദേശമേയുള്ളൂ. ഭഗവത് വിമുഖന്മാരായി സഞ്ചരിക്കുന്ന മനുഷ്യരെ ഭഗവാനിലേക്ക് നയിക്കുക, ഭഗവത് കഥകൾ പറയുക, ഭഗവാന്റെ മഹിമയെപ്പറ്റി അവരെ മനസ്സിലാക്കുക, അങ്ങനെ അവരെ ഭക്തിമാർഗത്തിലേക്ക് നയിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എനിക്ക് വളരെയധികം മോഹമുണ്ട്. മഹാനായ വേദവ്യാസൻ മനുഷ്യധർമ്മം എന്തെല്ലാമെന്ന് മഹാഭാരതത്തിലൂടെ എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയണം. നാരായണ സ്തുതിയാകുന്ന ആ അമൃതരസം കൂടുതൽ പാനം ചെയ്യണം. നാരായണന്റെ അനേകങ്ങളായ അവതാരങ്ങളെ പറ്റിയുള്ള കഥകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും അദ്ദേഹം ഈ ലോകത്തെ വീണ്ടും വീണ്ടും പരിശുദ്ധമാക്കാനായി എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത്, ആ കർമ്മങ്ങളെപ്പറ്റിയെല്ലാം എനിക്ക് പറഞ്ഞു തന്നാലും ധർമ്മദേവന്റെ അവതാരമായ അങ്ങ് ചോദിക്കുന്ന ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഉചിതമായിരിക്കുന്നു. ഭഗവത് കഥ മുഴുവൻ അങ്ങയെ കേൾപ്പിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ആ കഥകളുടെ തുടക്കം മുതൽ ഞാൻ ആരംഭിക്കാം എന്ന് പറഞ്ഞ് മഹാപ്രളയത്തിനു ശേഷം ഉണ്ടാകുന്ന പ്രപഞ്ച സൃഷ്ടിയുടെ കഥയാണ് മൈത്രേയൻ വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്.